ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക, അതിലെങ്ങനെ മണി ആഡ് ചെയ്യാം, അതുപോലെ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം 4 അക്ക MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. നമ്മൾ ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സെക്ഷനാണ് എടുക്കേണ്ടത്. അതിലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കുക. അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ ഡിഷ് ബില്ലുകൾ, അങ്ങനെ ഒട്ടനവധി ബില്ലുകളൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് അടയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ KSEBയുടെ ബില്ലാണ് അടയ്ക്കുന്നത്. അതിനായി KSEB ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് KSEBയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒറ്റ പേജിലായിട്ട് വന്നിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെയുള്ള പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ആയിട്ട് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്, അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ UPI വഴിയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ UPI വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് UPI എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. അതായത് UPI ആണെങ്കിൽ ആദ്യത്തേത് സെലക്ട് ചെയ്യുക. QR കോഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ QR കോഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ QR കോഡ് തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന UPI പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെല്ലാം കാണാൻ സാധിക്കും. അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷനായ സൂപ്പർ മണി ആപ്ലിക്കേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ട എമൗണ്ട് കാണാം. അത് ഓക്കെ ആണെങ്കിൽ താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണോ ഡെബിറ്റ് ആകേണ്ടത് ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ UPI പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിയുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഭാഗം കാണാം. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ ബില്ല്, അതുപോലെ ഡിഷ് പേയ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ ബില്ലുകളും നിങ്ങൾക്ക് ഈ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യോനോ SBI മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുക, അതിലെങ്ങനെ മണി സെൻഡ് ചെയ്യാമെന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.